ഖത്തറിലെ ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ 18 പേരെ കാണാതായി. 54 പേർക്ക് പരിക്കേറ്റു. റാസ് ലഫാൻ വ്യവസായ മേഖലയിലാണ് സ്ഫോടനമുണ്ടായത്. സാങ്കേതിക തകരാറാണ് സ്ഫോടന കാരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. സുരേഷ് വെള്ളിമുറ്റമുണ്ട്. സുരേഷ്, എന്താണ് ഉണ്ടായത്? LNG പ്രൊഡക്ഷൻ കേന്ദ്രമാണ് ഈ റാസ് ലഫാൻ എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ ഇറാൻ അമേരിക്ക ആക്രമണ സമയത്തൊക്കെ സ്ഫോടനങ്ങൾ, മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഈ സ്ഫോടന ശബ്ദവും തീപിടുത്തവും ഒക്കെ കേൾക്കുമ്പോൾ വീണ്ടും ഒരു ആക്രമണമാണോ എന്നുള്ള വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം പറയുന്നു സാങ്കേതിക തകരാറിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടെക്നിക്കൽ റീസൺ ആണ് ഇതിന് കാരണം. വലിയ സ്ഫോടനമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരെ നിന്ന് പോലും തീ അടരുന്നത് നമുക്ക് കാണാം, ആളിക്കത്തുന്നത് നമുക്ക് കാണാമായിരുന്നു ഉയരത്തിൽ. അപ്പോൾ അത്രയ്ക്ക് വലിയ സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. LNG പ്ലാന്റുകൾ ധാരാളമുള്ള സ്ഥലമാണ് ഈ റാസ് ലഫാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 54 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട്, 18 പേരെ കാണാതായിട്ടുണ്ട്. ഈ 18 പേർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയാണെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. 2 തവണയാണ് ഈ മേഖലയിൽ അന്ന് സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ആക്രമണം ഉണ്ടാകുന്നത്. മാർച്ച് 2-നും മാർച്ച് 17-നും ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ള ഒരു മേഖലയാണ്. ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി വിവരം ലഭ്യമാണോ? ഇപ്പോൾ നമുക്ക് ഇത് ആരൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളവർ എന്നറിയില്ല. കാരണം ഇന്ത്യക്കാർ അടക്കം ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് റാസ് ലഫാൻ എന്ന് പറയുന്നത്. മാത്രമല്ല നിരവധി ഫാക്ടറികളുള്ള LNG ഫാക്ടറികൾ തന്നെ നിരവധിയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വ്യവസായ സ്ഥാപനങ്ങളുമുണ്ട്. ഖത്തറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയാണ് റാസ് ലഫാൻ. ഇവിടെയുള്ള സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു എന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനു മുൻപ് വലിയൊരു സ്ഫോടനം ഒരു 4-5 വർഷം മുൻപ് അവിടെ ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ തന്നെ 17 പേരെയാണ് അന്ന് കാണാതായിരുന്നതും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഇത്. ഇപ്പോഴത്തെ ഈ ഒരു സ്ഫോടനത്തിന്റെ ഭാഗമായിട്ട് റാസ് ലഫാനിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം റാസ് ലഫാൻ തന്നെയാണ് ലോകത്തിലേക്ക്, ഇന്ത്യയിലേക്ക് അടക്കം പാചകവാതകം LNG കൊണ്ടുവരുന്ന, ദ്രവീകൃത പ്രകൃതിവാതകം കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന്. അതിന്റെ ഉൽപാദനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണം പുരോഗമിക്കുകയുമാണ്.